NCERT Maths Class 9 Chapter 2 Polynomials. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് ഫാക്ടറി തിയറത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് പൊളിനോമിയലുകൾ ഫാക്ടറൈസേഷൻ നടത്തുക എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്പ്ലിറ്റിംഗ് മെത്തേഡ് വഴി ഫാക്ടറൈസേഷൻ നടത്തുന്ന ഒരു മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്പ്ലിറ്റിംഗ് മെത്തേഡ് വഴി അല്ലാതെ ഫാക്ടറൈസേഷൻ നടത്തുന്ന ഇതിനെക്കുറിച്ചാണ്. ഏതായാലും രണ്ട് മെത്തേഡ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഇനി ഫാക്ടർ തിയറം വഴി നമുക്ക് ഫാക്ടറൈസേഷൻ നടത്തുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. (6x² + 17x + 5) എന്നുള്ളതിനെയാണ് ഇവിടെ ഫാക്ടറൈസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെയാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുമ്പോൾ ഈ സ്പ്ലിറ്റിംഗ് മെത്തേഡ് വഴി ഈ സംഖ്യ എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഫാക്ടർ തിയറം വഴി ഇത് ഫാക്ടറൈസേഷൻ നടത്തുന്നതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. 6x² + 17x + 5 എന്നുള്ളതിനെ നമുക്ക് 6 × x² + 17/6x + 5/6 എന്ന് പറയാം. ഇതിനെ നേരെ തിരിച്ച് എഴുതുന്ന സമയത്ത് 6 × x 6x², 6 6 വെട്ടിപ്പോകുമ്പോൾ 17x 6ഉം ഈ 6ഉം ഇത് വെട്ടിപ്പോകുമ്പോൾ 5. അപ്പോൾ ഇതന്നെ വരിക. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് മാറ്റാം. അപ്പോൾ പോളിനോമിയൽ x = if a and b are the zeros of polynomial x, then 6x² + 17x + 5 is equal to 6x - a × x - b. So ab is equal to 5/6. നമുക്ക് അറിയാം നമ്മൾ റിമൈൻഡർ തിയറവും ഫാക്ടർ തിയറും പറഞ്ഞപ്പോൾ സീറോസ് ഓഫ് പോളിനോമിയലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എ ബി എന്നുള്ളത് സീറോസ് ഓഫ് പോളിനോമിയൽ എക്സ് ആണെങ്കിൽ x - a × x - b 6 × x - a x - b എന്നാക്കി നമുക്ക് 6x² + 17x + 5 ഫാക്ടറൈസ് ചെയ്ത് എഴുതാവുന്നതാണ്. x - a സീറോസ് ഓഫ് പോളിനോമിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രൂപത്തിലേക്ക് എഴുതാം. കാരണം അപ്പോൾ നമുക്കിത് ഫാക്ടറൈസ് ഇതിൻ്റെ ഫാക്ടറാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിൽ നമുക്കറിയാം എ ബി എന്നുള്ളത് 5/6 ആണ്. 5/6 ആണ്. കാരണം x² കൂടെ വന്നിട്ടുള്ള കോയിഫിഷ്യൻറ്റ് 6 ആണ്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ 5/6. ഇവിടെ വരുന്ന 5/6. എ ബി = 5/6 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് us look at some possibilities for a and b. എ എന്നുള്ളതും ബി എന്നുള്ളതും ഏതൊക്കെ അക്ഷരങ്ങളാണ്, ഏതൊക്കെ നമ്പേഴ്സുകളാണ് ആവാൻ സാധിക്കുക എന്ന് നമുക്ക് അതിൻ്റെ സാധ്യതകൾ എടുത്ത് പരിശോധിക്കാം. ഒന്ന് 1/2, അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഫോമിലുള്ള 1/2 ആവാൻ സാധിക്കും. അതേപോലെ 1/3, 5/3, 5/2, 1. ഇതിൻ്റെ ഈ ഒരു എ ബി എന്നുള്ളത് ഏതൊക്കെ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നും വെച്ച് നോക്കിയിട്ട് എൻ്റെ സ്ഥാനത്ത് 1/2, ബീൻ്റെ സ്ഥാനത്ത് അതേപോലെ വേറെ ഒന്ന് 1/3, ഇങ്ങനെ ഓരോന്നും എടുത്ത് നോക്കിയതിന് ശേഷം ഏത് കൊണ്ട് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത് നോക്കാം.
അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം 1/2 എടുത്ത് നോക്കി, പോസിറ്റീവ് രൂപത്തിലുള്ള 1/2 എൻ്റെ സ്ഥാനത്ത് വെച്ച്. അപ്പോൾ x² = 1/4. എക്സ് പൊളിനോമിയൽ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ 1/2 വെച്ച് നോക്കുമ്പോൾ 1/4. അതുപോലെ 17x × 1/2, 17/6 × x ഉള്ളിടത്ത് 17/6 × 1/2 + 5/6. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരിക്കലും 0 കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ പല ഇതിലുള്ള ഓരോന്നും എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പൊളിനോമിയൽ 1/3 -1/3 എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 0 ലഭിക്കുന്നുണ്ട് എന്ന്. ഇതിലുള്ള ഓരോന്നും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഏതുകൊണ്ട് ചെയ്യുമ്പോഴാണ് ഇതിന് 0 കിട്ടുക എന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കി -1/3 ആണ് 0 ലഭിക്കുന്നത്. അപ്പോൾ x + 1/3 is a factor of polynomial x. ഈ polynomial xൻ്റെ ഒരു ഫാക്ടറാണ് x + 1/3 എന്നുള്ളത്. Similarly, by trial you can find that x + 5/2 is a factor of polynomial x. നമ്മൾ വീണ്ടും ഇതേപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ 5/3ൻ്റെ നെഗറ്റീവും പോസിറ്റീവും ചെയ്യുമ്പോൾ ചിലപ്പോൾ ശരിയാവുകയില്ല. പിന്നെ നമ്മൾ അടുത്ത ഫാക്ടറായ 5/2 എടുത്ത് നമ്മൾ നോക്കും. 5/2 എടുത്ത് നോക്കുമ്പോൾ x + 5/2 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ 0 ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരു ഈ പൊളിനോമിയൽ എക്സിൻ്റെ ഫാക്ടറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മറ്റൊരു രൂപത്തിൽ പിന്നെ ഫാക്ടർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് പറഞ്ഞു. ഇതിൽ മറ്റൊരു മെത്തേഡാണ് ഫാക്ടർ തിയറാണ് നമ്മൾ പറഞ്ഞത്. ഈ AB എന്നുള്ളതിൻ്റെ ഫാക്ടറുകൾ എടുത്തിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതുകൊണ്ടാണ് 0 കിട്ടുന്നത്, അങ്ങനെ നമ്മൾ അത് വെച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പൊളിനോമിയൽ എക്സിൻ്റെ ഫാക്ടറുകളാണ് x + 1/3 x + 5/2. ഇത് വെച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. നമുക്ക് അപ്പം നമ്മൾ മനസ്സിലായി 6x² + 17x + 5 = 6 × x + 1/3 × x + 5/2 എന്നുള്ള ഈ രൂപത്തിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കും. ചെയ്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും x × x ഇവിടെ x 6 × x × x 6x² വരും. അതുപോലെ ഓരോന്നും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതേ ആൻസർ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതായി കാണാൻ സാധിക്കും. ഇതിന് നമ്മൾ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എഴുതുമ്പോൾ 6നെ ന്യൂമറേറ്ററിലോ ഡിനോമിനേറ്ററിലോ മറ്റൊരു ഇതിൽ പറയുമ്പോൾ നമുക്ക് x + 1/3 6 × x + 1/3 × x + 5/2 ആണ് നമുക്ക് ഇതിനെ ഈ രൂപത്തിലേക്ക് മാറ്റാൻ സാധിക്കും നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഫാക്ടറാണ് x + 1/3 x + 5/2 ഇതിൻ്റെ ഫാക്ടറാണ്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഫാക്ടറാണെങ്കിൽ നമുക്ക് 6 × x - a × x - b ഉള്ള രൂപത്തിലേക്ക് എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലേക്ക് 6x² + 17x + 5നെ നമുക്ക് 6 × x + 1/3 × x + 5/2 രൂപത്തിലേക്ക് നമുക്ക് എഴുതാം. 6 ഇതിനെ തന്നെ നമ്മൾ x + 1/3 നമ്മൾ ചെയ്യുന്ന സമയത്ത് 3x + 1/3 ആവും. x × 1 ആയിരിക്കും. പിന്നെ നമ്മൾ റാഷണൽ നമ്പർ പരസ്പരം കൂട്ടുന്ന സമയത്ത് 3x + 1/3 എന്നാവും. ഇവിടെ 2x + 5/2 എന്നാവും. ഇതിനെ നമുക്ക് 6നെ നമ്മൾ ഹരിക്കുന്ന സമയത്ത് നമുക്ക് 6നെ ഇതിനെ ഹരിക്കാവുന്നതാണ്. 6/3 3 × 2 = 6 6/6 = 2 6ഉം ഇല്ലാതായി പോകുമ്പോൾ ബാക്കി വരുന്നത് 3x + 1 × 2x + 5 എന്നുള്ളതാണ്.
അപ്പോൾ 3x+1 ഇൻറ്റു 2x+5 എന്നുള്ളതാണ് നമുക്കിതിന് ഫാക്ടർ ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് ചെയ്ത് നോക്കുമ്പോൾ ഇത് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കി നോക്കുക. 3x ഇൻറ്റു 2x ഈസ് ഈക്വൽ ടു 6x². 3x ഇൻറ്റു 5 15x പ്ലസ് 1 ഇൻറ്റു 2x 2x. അപ്പോൾ 15x പ്ലസ് 2x ഈസ് ഈക്വൽ ടു 17x. ദെൻ 1 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എത്താവുന്ന രൂപമാണ് 3x+1 ഇൻറ്റു 2x+5 എന്നുള്ളത്. ഇങ്ങനെയാണ് പോളിനോമിയൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാവുന്നത്. ആദ്യം നമ്മൾ ഇതിൻ്റെ ഫാക്ടറുകൾ എടുത്ത് ഏത് ഫാക്ടർ വെച്ച് എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് 0 ലഭിക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതുപയോഗിച്ചാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ ദി എക്സാമ്പിൾ അബൌട്ട് ദ യൂസ് ഓഫ് ദ സ്പ്ലിറ്റിംഗ് മെത്തേഡ് അപ്പിയേഴ്സ് മോർ എഫിഷ്യൻറ്റ്. ഇത് നമുക്കറിയാം ഒന്നുകൂടെ കൺഫ്യൂസ്ഡ് ആണ്. ഇതിലേറെ ഒന്നുകൂടെ നമുക്ക് സുഖമായി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് തൊട്ട് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്പ്ലിറ്റിംഗ് മെത്തേഡ് എന്നുള്ളത്. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. മറ്റൊരു ഉദാഹരണത്തിൽ നമുക്ക് രണ്ട് പരിചയപ്പെടാം. ഫാക്ടറൈസ് y² - 5y + 6 ബൈ യൂസിങ് ദ ഫാക്ടർ തിയറം. ഫാക്ടർ തിയറം ഉപയോഗിച്ച് y² - 5y + 6 എന്നുള്ളതിനെ ഫാക്ടറൈസ് ചെയ്യുകയാണ് വേണ്ടത്. നമുക്കറിയാം y² - 5y + 6. Now y is equal to y - a into y - cb. You know that the constant term will be ab is equal to 6. ഇവിടെ a bൻ്റെ സ്ഥാനത്ത് വരുന്നത് എന്തായാലും 6 ആയിരിക്കും. y - a into y - b ആണ് ഇത് ഈ പോളിനോമിയൽ എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും a b is equal to 6 ആണ്. നമ്മൾ a bൻ്റെ സ്ഥാനത്ത് വരുന്നത് 6 ആണ്. So to look for the factors of polynomial y, we look at the factors of 6. അപ്പോൾ നമുക്ക് ഈ പോളിനോമിയൽ വൈൻ്റെ ഫാക്ടറുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ 6ൻ്റെ ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. നമുക്കറിയാം 1 1 2 3 മൂന്നും എന്താണ് 6ൻ്റെ ഫാക്ടറുകളാണ്. അപ്പോൾ 6ൻ്റെ ഫാക്ടറുകളിൽ നമ്മൾ ഓരോന്ന് വെച്ച് നോക്കുമ്പോൾ ഏത് വെക്കുമ്പോഴാണ് നമുക്ക് 0 ലഭിക്കുന്നത് വെക്കാം. ആദ്യം നമ്മൾ 2 എടുത്തു, പോളിനോമിയൽ 2 പോയപ്പോൾ ഈ വൈൻ്റെ സ്ഥാനത്ത് നമ്മൾ 2 വെച്ച് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് y² ഇവിടെയുള്ള y² സ്ഥാനത്ത് നമ്മൾ 2² എഴുതി. -5y 5y എന്നുള്ളത് 5 × 2 എന്ന് എഴുതി, പിന്നെ 6 തന്നെ. അപ്പോൾ നമുക്ക് 2² is equal to 4. 5 × 2 is equal to 10. അപ്പോൾ -10 ആണ്. അപ്പോൾ 4 - -10 is equal to -6. -6 + 6 is equal to 0. അപ്പോൾ നമുക്ക് 2 എന്താണ് ഇതിൻ്റെ ഒരു ഫാക്ടറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും y - 2 ഈസ് എ ഫാക്ടർ ഓഫ് പോളിനോമിയൽ y - 2 എന്താണ് ഇതിൻ്റെ പോളിനോമിയൽ വൈൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു മെത്തേഡ് വഴി നമുക്ക് ഇതിൽ നമ്മൾ മറ്റൊരു 6ൻ്റെ ഫാക്ടറായി 3 വെച്ച് നോക്കുമ്പോൾ 3ൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ വൈൻ്റെ സ്ഥാനത്തൊക്കെ നമ്മൾ 3 വെച്ച് നോക്കി. പോളിനോമിയൽ 3² - 5 × 6 + 6 is equal to 0. അപ്പോൾ നമുക്ക് 0 ആണ് ഉത്തരം കിട്ടുന്നത്. 3² നമുക്ക് 3² നോക്കുമ്പോൾ 9. 5 × 3 is equal to 15 + 6. അപ്പോൾ 9 - 15 is equal to -6 -6 + 6 is equal to 0. അപ്പോൾ നമുക്ക് y - 3യും ഇതിൻ്റെ ഫാക്ടറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ y - 2 ഫാക്ടറാണ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, therefore y² - 5y + 6 is equal to y - 2 × y - 3. നമുക്കിതിനെ ഫാക്ടർ തിയറം വഴി തന്നെ നമുക്കിതിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ രണ്ട് ഫാക്ടറുകൾ y - 2 × y - 3 ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ y × y y², y × -3 -2 × y. അപ്പോൾ -2 × y-യും -3y-യും കൂടെ കൂടുമ്പോൾ -5y -2 × -3 is equal to +6. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇത് തന്നെ ഉത്തരം കിട്ടും. അപ്പോൾ ഈ ഒരു പോളിനോമിയൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. നോട്ട് that y square minus 5y by plus 6 can be also factorized by splitting middle term. നമുക്ക് ഈ ഒരു മെത്തേഡിനെ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. -3 പ്ലസ് -2 ഉണ്ടാവും. നമുക്ക് ആ രൂപത്തിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ടും എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഇതുവരെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ക്യൂബിക് പോളിനോമിയലിനെ കുറിച്ച് ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം. പക്ഷേ ക്യൂബിക് പോളിനോമിയൽ ഒരിക്കലും വിൽ നോട്ട് ബി അപ്രോപ്രിയേറ്റ്. നമുക്കൊരിക്കലും പിന്നെ സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്കൊരിക്കലും അപ്രോപ്രിയേറ്റ് ആയി നമുക്ക് ശരിക്കും ഉചിതമായി ഫാക്ടറൈസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഫാക്ടർ ആദ്യം കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നീട് നമുക്ക് മിഡിൽ ടേമുമായി സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ കണ്ടെത്താൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഫാക്ടർ തിയറം വഴി ഫാക്ടറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതായാലും നമുക്ക് ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. ഇവിടെ നമുക്ക് ക്യൂബിക് പോളിനോമിയൽ ആയതുകൊണ്ട് x³ മൈനസ് 23x² പ്ലസ് 142x മൈനസ് 120 ഇതാണ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ തന്നിട്ടുള്ളത്. ഇവിടെ എ ബി എന്ന സ്ഥാനത്ത് വരുന്നത് 120 ആണ്. 120യുടെ ഫാക്ടറുകൾ നമുക്ക് എടുത്ത് നോക്കണം. വി ഷാൽ നോ ലുക്ക് ഫോർ ആൾ ദ ഫാക്ടേഴ്സ് ഓഫ് 1 മൈനസ് 1/120. സം ഓഫ് ദീസ് ആർ. ഒരുപാട് ഫാക്ടറുകൾ ഉണ്ട് 120ക്ക്. നമുക്ക് ഏതായാലും ചില ഫാക്ടറുകളാണ് +1 പ്ലസ് നെഗറ്റീവ് പോസിറ്റീവായ 1 2 3 4 5 6 8 10 11 12 15 20 24 30 60 ഇതെല്ലാം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നമ്മുടെ ട്രയൽ മെത്തേഡ് വഴി ഇതിലുള്ള ഓരോ ഫാക്ടറുകളും എടുത്ത് ഈ എക്സിൻ്റെ വാല്യൂവിന് പകരം വെച്ച് കൊടുത്ത് ഏതുകൊണ്ടാണ് നമുക്ക് 0 ലഭിക്കുന്നത് നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് നമുക്ക് 0 കിട്ടും. അങ്ങനെ ഏതെങ്കിലും ഒരു ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കറിയാം 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് ആ പോളിനോമിയലിൻ്റെ ഫാക്ടറാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മൾ ആദ്യം ഈ ട്രയൽ മെത്തേഡ് വഴി കണ്ടെത്തണം. അതിന് ശേഷമേ നമുക്ക് ഫാക്ടർ തിയറവും സ്പ്ലിറ്റിംഗ് മെത്തേഡ് വഴി മറ്റുള്ള രൂപത്തിൽ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് ഒരുപാട് സംഖ്യകളുണ്ട്. ഇത്രയും സംഖ്യകളും ഈ 120യുടെ ഫാക്ടറുകളാണ്. ട്രയൽ മെത്തേഡ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പോളിനോമിയൽ 1 = 0. ഈ എക്സിൻ്റെ വാല്യൂ 1 ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഇത് 0 ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ x-1 ഈസ് എ ഫാക്ടർ ഓഫ് പോളിനോമിയൽ എക്സ്. അപ്പോൾ നമുക്ക് സാധിക്കും x-1 എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ള ഫാക്ടറുകളെ എങ്ങനെ കണ്ടെത്തും? അപ്പോൾ നമുക്ക് x-1 ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഈ ഉള്ള പോളിനോമിയലിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത്. x³ നമ്മൾ x³ -23x² നമ്മൾ x³ മൈനസ് x² മൈനസ് 22x² -22x² മൈനസ് x² -23x². അത് നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതുപോലെ 142x ഇവിടെയുള്ള 142xനെ നമ്മൾ എന്ത് ചെയ്തു 22x പ്ലസ് 120x എന്നുള്ള രൂപത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. ശേഷം നമ്മൾ കോമൺ ആയ ഇതിന് പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും x³ ഇവിടെ x³ മൈനസ് x². ഇതിൽ x² രണ്ടിലും x² കോമൺ ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ബാക്കി വരുന്നത് ഒരു എക്സും ഇതിലൊരു 1ഉം ബാക്കിയുള്ളത്. അപ്പോൾ x-1 ഇവിടെ എഴുതി. അതുപോലെ -22x² പ്ലസ് 22x എന്നുള്ളത് ഈ ഒരു ടേമിൽ നമുക്കറിയാം -22x കോമൺ ആണ്. രണ്ടിൽ 22x ഉണ്ട്. പക്ഷേ ഇതിലൊരു x എക്സ്ട്രയും വന്നിട്ടുണ്ട്. ഇതിൽ 1ആണുള്ളത്. അപ്പോൾ x-1 ബാക്കിയുള്ളത് ബ്രാക്കറ്റിനുള്ളിൽ തന്നെ എഴുതി. കോമൺ ആയതിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ടുള്ളൂ. പിന്നെ 120x മൈനസ് 120 ഉള്ളത് 120 നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. x-1 കോമൺ പിന്നെ ഉള്ളിൽ എഴുതി.
ഈ 3 ടേമിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും x-1 എന്നുള്ളത് എല്ലാറ്റിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലും x-1 വന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെയും x-1 നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ x-1 മൂന്നിലും വന്നതുകൊണ്ട് തന്നെ നമ്മൾ x-1നെ കോമൺ ആക്കി എഴുതി ബാക്കി വന്നിട്ടുള്ള x-1നെ കോമൺ ആക്കി എഴുതുകയും ബാക്കി വന്നിട്ടുള്ള x² - 22x + 120 എന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിലാക്കി എഴുതി. x-1 കോമൺ ആണ്, അതുകൊണ്ട് അതിനെ വേറെ പുറത്തേക്ക് എടുത്ത് എഴുതുകയും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഫാക്ടറാണെന്ന് കിട്ടി. ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ രൂപത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലുകളെ ഫാക്ടറൈസ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അതുവഴി വളരെ സിമ്പിൾ 2 മെത്തേഡ് വഴി നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്. We could have also got this by dividing by x-1. x-1 കൊണ്ട് നമ്മൾ ഇതിനെ ഹരിക്കൽ വഴി നമുക്ക് കിട്ടുന്നതാണ്. നോ x² - 22x + 120. അപ്പോൾ നമ്മൾ ഈ x-1 ഫാക്ടർ ആയതുകൊണ്ട് തന്നെ 22x³ - 23x² - 142x - 120 എന്നുള്ളതിനെ x-1 ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് x² - 22x + 120 എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ക്യാൻ ബി ഫാക്ടറൈസ്ഡ് either by splitting middle term or by using factor theorem. നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലുകളെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പ്ലിറ്റിംഗ് മിഡിൽ ടേമും മറ്റൊന്ന് ഫാക്ടർ തിയറവുമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ രൂപത്തിലേക്ക് മാറിയത് കൊണ്ട് തന്നെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യുകയോ ഫാക്ടർ തിയറം ഉപയോഗിക്കുകയോ ചെയ്ത് ഇതിന് ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ x² - 22x + 120 എന്നുള്ളതിനെ നമുക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രൂപത്തിലേക്ക് പിന്നെ ഫാക്ടറൈസ് ചെയ്യാം. x² - 22 ഉള്ളതിന് -12x - 10x എന്നുള്ള രൂപത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 120 കിട്ടും. 12 × 10 = 120. ഓക്കെ, ശേഷം നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് പിന്നെ കോമൺ ആയതിനെ പുറത്തേക്ക് എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഇതിൽ ഒരു എക്സ് രണ്ടും കോമൺ ആയതുകൊണ്ട് തന്നെ x-12 അതേപോലെ x-12 ഇതിൽ 10 കോമൺ ആണ് രണ്ടിലും, x-12 കിട്ടി. അപ്പോൾ x-12 രണ്ടിലും കോമൺ ആയതുകൊണ്ട് എടുത്ത് എഴുതുകയും കോമൺ അല്ലാത്ത x-10 ഇതുപോലെ എടുത്ത് എഴുതുകയും ചെയ്തു. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ക്യൂബിക് പോളിനോമിയലായ x³ - 23x² - 142x - 120 എന്നുള്ളതിനെ ഫാക്ടറൈസ് ചെയ്ത് x-1 × x-10 × x-12 ഈ രൂപത്തിലേക്ക് നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോയിൽ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. 2 തരത്തിലുള്ള ഫാക്ടറൈസേഷൻ മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, സ്പ്ലിറ്റിംഗ് മെത്തേഡും മിഡിൽ ടേം. ക്വാഡ്രാറ്റിക് പോളിനോമിയലുകൾ നമുക്ക് 2 മെത്തേഡ് വഴിയും ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടർ തിയറം ഉപയോഗിച്ചും സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം ഉപയോഗിച്ച് 2 ടൈപ്പ് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. എന്നാൽ ക്യൂബിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ക്യൂബിക് പോളിനോമിയലിൻ്റെ ആദ്യം ഒരു ഫാക്ടർ കണ്ട് നമ്മൾ ഫാക്ടർ കണ്ടെത്തിയ ട്രയൽ മെത്തേഡ് വഴി ആദ്യം ഒരു ഫാക്ടർ കണ്ടെത്തിയതിന് ശേഷം അതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ലഭിക്കുന്ന ആൻസർ ക്വാഡ്രാറ്റിക് പോളിനോമിയലായതിനു ശേഷം പിന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേമും ഫാക്ടർ തിയറവും രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. താങ്ക് യു വെരി മച്ച്.